ഓപ്പറേഷൻ ആയങ്കി. അർജുൻ ആയങ്കിയെ പിടിക്കാനായി നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ പോലെ വന്നിരിക്കുന്ന പുതിയൊരു കൊണയുടെ പേരാണ് ഓപ്പറേഷൻ ആയങ്കി. ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന സംഭവം രമേശ് ചെന്നിത്തല സാർ ഇറക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. കാരണം അതിനുവേണ്ടി ഇനി എത്ര കോടി രൂപ ചെലവായാലും രമേശ് ചെന്നിത്തല സാറേ നിങ്ങൾ പൊടി. നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ ആ ഒരു അചഞ്ചലമായ ഒരു നിലപാടുകളൊക്കെ അടിപൊളിയാണ്. എനിക്കൊന്നും പറയാനില്ല, അടിപൊളി കിടിലം. പക്ഷേ ഈ ഒരു കൃമിയെ പിടിക്കാനായിട്ട് ഇനി ഓപ്പറേഷൻ ആയങ്കിയും ഇറക്കി. അതിനി ചെലവ് നിങ്ങൾ എത്ര പറയും? നിങ്ങളൊന്ന് പറഞ്ഞേണ്. ഇതിന് വേണ്ടി നിങ്ങൾ ഇനി ചെലവ് 2 കോടി രൂപ പറയും. സോറി, ഈ LDF സർക്കാരാണെങ്കിൽ 2 കോടി പറഞ്ഞേനെ. നിങ്ങൾ മിനിമം 1,00,000 രൂപ ചെലവായി നിങ്ങൾ 10,00,000 രൂപയും പറയും. കാരണം കക്കലും മുക്കലും നക്കലൊക്കെ എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രശ്നം അതല്ല. ഈ എന്തിനാണ് ഈ ആയങ്കി എന്നറിയാവോ? ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്നത് ഒരു 50 പേരെ കൊന്ന് അല്ലെങ്കിൽ അങ്ങനെ പീഡിപ്പിച്ച് കൊന്നു ഇതൊന്നും അല്ല അവന്റെ വിഷയം. ഇവൻ എന്തോ കുറ്റം ചെയ്തു. എത്രയോ പേരെ എന്ത് ചെയ്തു, പോലീസുകാർ കരുതൽ തടങ്കലിലും കണ്ടേ വെച്ചു. ഇങ്ങനെ എന്തോ ഞാൻ ഈ ഒരു വാർത്തയും വിശ്വസിക്കാൻ പറ്റില്ല, പല വാർത്തകളും അറിഞ്ഞതാണ്. അപ്പോൾ ഈ കരുതൽ തടങ്കലിൽ വെക്കുകയും ഇവർക്ക് ഏതോ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ഒരു പരിപാടി ഇടയ്ക്ക് നടന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇവൻ ഒളിവിൽ പോവുകയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയായിരുന്നു. കരുതൽ തടങ്കലിൽ വെച്ചിട്ട് അവനെ വിട്ടു, വീണ്ടും അവനെ വിളിപ്പിക്കുകയോ ഇവനെ വിളിച്ചിട്ട് ഹാജരാവാതിരിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടി നടന്നിട്ട് ഈ വിഷയം ഇതാണ്, ഏതോ ഒരു പോലീസുകാരനുമായിട്ട് വ്യക്തിപരമായിട്ട് ഒന്ന് ചൊറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാരനുമായിട്ട്. അതായത് ഇവൻ കീഴടങ്ങാമെന്ന് പോലീസുകാരനോട് പറഞ്ഞപ്പം പോലീസുകാരൻ ഈ കീഴടങ്ങാന്ന് പറഞ്ഞതിന് ശേഷം, അതായത് പോലീസിനെ കീഴടങ്ങും, ഞാൻ ഈ ദിവസത്തിനുള്ളിൽ ഞാൻ കീഴടങ്ങാം, ഞാൻ വരാമെന്ന് പോലീസുകാരെ അറിയിക്കുക, വക്കീൽ മുഖാന്തരം എങ്ങനെ അറിയിച്ചിട്ടുണ്ടാവും. ഇതിന് ശേഷം പോലീസുകാരെന്ത് ചെയ്തു, ഇവന്റെ കൂട്ടുകാരെയോ നാട്ടുകാരെയോ വീട്ടുകാരെയോ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി. അവനെ അങ്ങ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് എടുക്കടാ എന്നെ വന്ന്. നീ ഇനി ഞാൻ കീഴടങ്ങുന്നില്ല, ഞാൻ കീഴടങ്ങാമെന്ന് പറഞ്ഞപ്പം നീ എന്നെ കയറി അങ്ങ് ഉണ്ടാക്കണം, എന്നാ പിന്നെ അങ്ങ് ഉണ്ടാക്കി കാണിക്കും എന്നെങ്ങാണ്ടേ പറഞ്ഞിട്ട് ഈ പൊട്ടൻ പോലീസുകാരെ കയറി ചൊറിഞ്ഞു. എടാ മണ്ട, പോലീസുകാരെ ചൊറിഞ്ഞാൽ അവർ വെറുതെ വിടൂടാ. ഇപ്പൊ അതിനു വേണ്ടി ഇനി അടുത്ത 2 കോടി രൂപ ഒരു കണക്ക് പറയും. എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ പൊന്നുമക്കളെ, ഈ കണക്ക് പറയുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ കുറച്ച് മാന്യത കാണിക്കണം. ആയെങ്കിയോ തേവാങ്കിയോ നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ കണക്ക് ബഡ്ജറ്റ് പറയുമ്പം നിങ്ങൾ മറ്റേ പ്രളയത്തിൽ 6 കോടി രൂപ പിണറായി സർക്കാർ പറഞ്ഞ കണക്കൊന്നും പറഞ്ഞു കളയരുത്. കറക്റ്റായ എമൗണ്ട് പറയണം, ജനങ്ങളെ ഊമ്പിക്കരുത്. നല്ല കാര്യങ്ങളാണ് ഇപ്പം എന്തായാലും നമ്മുടെ രമേശ് ചെന്നിത്തല സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിലും നല്ല പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആയങ്കിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ഈ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അവൻ നിക്കറിക്കൂടെ മുള്ളിയാവും, മിക്കവാറും നാളെ ഹാജരാവും, സറണ്ടർ ആവും. സീരിയസ്, എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്. ആ ചെറുക്കൻ വിട്ടുപോയത് കണ്ടാണ് അവൻ വെറുതെ കയറി പോലീസുകാരനെ ചൊറിഞ്ഞു. ഇപ്പം അതോ ലോകമൊക്കെ ആയിക്കഴിഞ്ഞു. എന്തായാലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നടക്കട്ടെ.